വീണ്ടും വാർത്തകളിലേക്ക്. കയ്പമംഗലം മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി അക്ഷര കൈരളിയുടെ ഭാഗമായ കലാമുറ്റം ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ പുസ്തകങ്ങൾ വിതരണം ചെയ്തു. ഇ.ടി. ടൈസൺ എം.എൽ.എയുടെ പ്രാദേശിക ഫണ്ട് 3 ലക്ഷം രൂപ വിനിയോഗിച്ച് മണ്ഡലത്തിലെ എല്ലാ UP ഹൈസ്കൂൾ ലൈബ്രറികൾക്കുള്ള പുസ്തകങ്ങളാണ് വിതരണം ചെയ്തത്. പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഇ.ടി. ടൈസൺ എം.എൽ.എ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ സ്കൂളിൽ ഒരു ലൈബ്രറി എന്നല്ല, എല്ലാ ക്ലാസ് മുറികളിലും നമ്മുടെ കുട്ടികൾക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള പുസ്തകങ്ങളുള്ള നല്ല ലൈബ്രറികളാണ്. ഞാൻ ചോദിച്ചിട്ടില്ല, ഈ കൊല്ലവും കഴിഞ്ഞ കൊല്ലമൊക്കെ ഞാൻ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. ഈ കൊല്ലം അതുപോലെ എല്ലാ ക്ലാസ് മുറികളിലും സെറ്റ് ചെയ്തിട്ടുണ്ടാകും. ടീച്ചർ ഓർമ്മിച്ചു എല്ലാ ക്ലാസ് മുറികളിലും ഞങ്ങളുടെ എല്ലാ ക്ലാസ് മുറികളിലും ലൈബ്രറി ഉണ്ടല്ലോ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ നിഷ അജിതൻ, MS മോഹനൻ, വിനീത മോഹൻദാസ്, വൈസ് പ്രസിഡന്റുമാരായ സന്തോഷ് കോരുചാലിൽ, NK അബ്ദുൽ നാസർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സായിദ മുത്തുക്കോയ തങ്ങൾ, ഹേമലത രാജ്കുട്ടൻ, ബിന്ദു രാധാകൃഷ്ണൻ, MR കൈലാസൻ, ER ഷീല, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ഷാജി, അക്ഷര കൈരളി കോർഡിനേറ്റർ TS സജീവൻ, പ്രധാനാധ്യാപികമാരായ ഖദീജ ബി, ഷക്കീല, TR വിജി, PTA പ്രസിഡന്റുമാരായ സെബാസ്റ്റ്യൻ, പ്രമോദ് കക്കറ, VR ജോഷി, റംല ബി, നിർമ്മല രഘുനാഥ്, സ്കൂൾ മാനേജർ സുരേന്ദ്രൻ, കലാമുറ്റം കോർഡിനേറ്റർ KR രമ്യ, ജിഷ തുടങ്ങിയവർ സംസാരിച്ചു. ചൂണ്ടലിൽ പെട്ടിക്കടയിൽ മോഷണം. കടയിൽ സൂക്ഷിച്ച സാധനങ്ങൾ മോഷ്ടാവ് കവർന്നു. ചൂണ്ടൽ ഗുരുവായൂർ റോഡിലെ റോഡ് സൈഡിൽ പ്രവർത്തിക്കുന്ന ചൂണ്ടൽ സ്വദേശി ചൂണ്ടൽ വീട്ടിൽ ശ്രീനിവാസന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. പെട്ടിക്കട മൂടിയിരുന്ന ടാർപ്പായും ചാക്കും പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. തുടർന്ന് കടയിലുണ്ടായിരുന്ന സോഡ, ബീഡി, സിഗരറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങളും പെട്ടിയിൽ സൂക്ഷിച്ചിരുന്ന 500 രൂപയും മോഷ്ടാവ് കവർന്നു. അർദ്ധരാത്രിയിലാണ് മോഷണം നടന്നതെന്നാണ് നിഗമനം. ഇന്ന് രാവിലെ 7:30 കട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. തുടർന്ന് കുന്നംകുളം പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കേച്ചേരിയിൽ വ്യാപക മോഷണം. വിവിധ ഷോപ്പിംഗ് കോംപ്ലക്സുകളിലെ 15ലേറെ കടകളിലാണ് മോഷണം നടന്നത്. പ്രാദേശിക കേബിൾ നെറ്റ്വർക്ക്, കേച്ചേരി ബ്യൂറോ ഓഫീസുകളായ 2 സ്റ്റാർ, 3 സ്റ്റാർ ഓഫീസുകളിലും മോഷണ ശ്രമം നടന്നിട്ടുണ്ട്. പലയിടത്തും സ്ഥാപനങ്ങളുടെ പൂട്ട് തകർത്തിട്ടുണ്ടെങ്കിലും മോഷ്ടാവിന് അകത്ത് കയറുവാൻ സാധിച്ചിട്ടില്ല. ഗുരുവായൂർ റോഡുള്ള അക്ഷയ കേന്ദ്രം, സൂപ്പർ മാർക്കറ്റ്, ടെക്സ്റ്റൈൽ ഷോപ്പ്, ബുക്ക് സെന്റർ, സ്പെയർ പാർട്ട് കട എന്നിവയിലുൾപ്പെടെ മോഷണ ശ്രമം നടന്നിട്ടുണ്ട്. സ്പെയർ പാർട്സ് കട കുത്തി തുറന്ന് മേശയിലുണ്ടായിരുന്ന 4000-ഓളം രൂപ മോഷ്ടിക്കുകയും CCTV ക്യാമറ സംവിധാനം തകർക്കുകയും ചെയ്തിട്ടുണ്ട്. കുന്നംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ C ഗിരീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കേച്ചേരിയിലെ സ്ഥാപനങ്ങളിൽ വ്യാപക മോഷണം നടന്നത്. വ്യാപാര രംഗത്തെ പ്രതിസന്ധികൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രക്ഷോഭത്തിലേക്ക്. ഇതിന് തുടക്കം കുറിച്ചുകൊണ്ട് ജനുവരി 29-ന് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് വ്യാപാര സംരക്ഷണ ജാഥ സംഘടിപ്പിക്കും. ജാഥ തിരുവനന്തപുരത്തെത്തുന്ന ഫെബ്രുവരി 15-ന് സംസ്ഥാനത്ത് കടകളടച്ച് പ്രതിഷേധിക്കുമെന്നും സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 10 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ ജാഥ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വ്യാപാര നയങ്ങൾ ചെറുകിട വ്യാപാരികളെ ആത്മഹത്യയിലേക്ക് നയിക്കുകയാണ്. കോർപ്പറേറ്റുകൾക്ക് മാത്രം അനുകൂലമാകുന്ന നിയമനിർമ്മാണങ്ങൾ മൂലം ചെറുകിട വ്യാപാരികൾ കഷ്ടത്തിലാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. പിഴ ഈടാക്കൽ മൂലം വ്യാപാരികൾ വലയുകയാണ്. മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ വ്യാപാരികളെ വേട്ടയാടുന്നത് നിർത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ജാഥ തിരുവനന്തപുരത്ത് സമാപിക്കുന്ന ഫെബ്രുവരി 15-ന് സംസ്ഥാനത്ത് കടകളടച്ച് പ്രതിഷേധിക്കും. 5 ലക്ഷം പേർ ഒപ്പിട്ട നിവേദനം മുഖ്യമന്ത്രിക്ക് നൽകുമെന്നും സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി, ജനറൽ സെക്രട്ടറി ദേവിസ്യ മേച്ചേരി, വൈസ് പ്രസിഡന്റുമാരായ അബ്ദുൽ ഹമീദ്, അഹമ്മദ് ഷെരീഫ്, സെക്രട്ടറിമാരായ ബാബു കോട്ടായിൽ, സണ്ണി പൈമ്പിള്ളിൽ, സെക്രട്ടേറിയറ്റ് അംഗം AJ റിയാസ് എന്നിവരും പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 3 പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹണി ട്രാപ്പ് കവർച്ച 2 യുവാക്കളെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ തോളൂർ കുഴുക്കാട്ടുകരയിൽ നിന്നും വാഷും വാറ്റുപകരണങ്ങളും എക്സൈസ് പിടികൂടി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച്
യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം അസംബ്ലി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മതിലകം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.